ഹലോ കൂട്ടുകാരെ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ട് വന്നതാണ്. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓപ്പറേഷൻ അഡ്മിറ്റ് ആവണം, പൈസയൊന്നും ആയില്ല. അപ്പം 20 രൂപ വെച്ച് രണ്ടുപേർ കടം തന്നു കേട്ടോ. അത് നമ്മൾ എന്തുവാ നമ്മളിപ്പം വീട് ലോൺ വെക്കുമ്പം കൊടുക്കണം. പിന്നെ അല്ലാതെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും തിരിച്ചു കൊടുക്കണ്ടാത്ത കേട്ടോ. അതൊക്കെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് പേരൊക്കെ പറയും. ഇപ്പോൾ പേര് പറയുന്നില്ല. അങ്ങനെ കുഞ്ഞ് സഹായം കിട്ടി. പിന്നെ ഇപ്പം 40,000 രൂപ നമുക്ക് അവർ സഹായിച്ച് നമ്മൾ ലോൺ കിട്ടുമ്പം രണ്ടുപേരായിട്ട് അത് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ആരാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം നമ്മൾ എന്തായാലും ഇത്രയും ഉള്ള പൈസ വെച്ചങ്ങ് ഇറങ്ങുവാണ്. ബാക്കി ഇനി എല്ലാവരും സഹായിക്കും. പിന്നെ കുറേ പേരത് ചോദിച്ചിട്ടുണ്ട് കടമായിട്ടൊക്കെ. അപ്പോൾ അവരൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് നടന്നു പോകും. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ചെവിയിൽ നിന്നുള്ള ദശയായതുകൊണ്ട് ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയുന്ന എനിക്കൊരു അസുഖം ഉണ്ടല്ലോ അത് തന്നെയാണ് എന്നാണ് ഡോക്ടറുടെ ഒരു നിഗമനം. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനി ഓപ്പൺ ചെയ്താലേ ഡോക്ടർക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം പ്രാർത്ഥന എൻ്റെ കൂടെ വേണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രെയർ ചെയ്യണം. കാരണം എനിക്കൊരു 2 മക്കളും ഒരു ഭർത്താവും ഉണ്ട്. അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കിനി ഒരുപാട് നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. മനസ്സിൽ ഉള്ളിൽ ചെറിയ ടെൻഷനുണ്ട്, ഇല്ലെന്നല്ല. കാരണം എന്താ പറയുന്നത്, ആദ്യത്തെ ഓപ്പറേഷൻ പോലല്ല ഇപ്പോഴത്തെ സ്ഥിതിയും എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എല്ലാ ദിവസവും എല്ലാ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അവരെ വിട്ടു പോകുന്ന ഞാൻ പിന്നെ ICU കിടക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ടെൻഷൻ. അന്ന് അത് ഇറങ്ങാൻ പറഞ്ഞത് ആ മനസ്സിനൊരു വലിയ മനസ്സല്ലേ. പോയി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മായ വന്നിട്ട് ലോൺ എടുത്ത് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് തന്നെ എനിക്ക് സത്യം. ഞങ്ങൾ ആ പൈസ കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴാണ് ഓരോരുത്തർ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആശുപത്രിയിൽ പോയുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ തുണിക്കടയിൽ പോയായിരുന്നു. കുറേ സാധനമൊന്നുമില്ല കേട്ടോ. നമുക്കറിയാമല്ലോ അത്യാവശ്യം എന്തൊക്കെ വേണം. പിന്നെ തോർത്ത്, പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആ വീഡിയോ ഞാൻ ഇടാം, ഷോർട്ടായിട്ട് ഇടാം. ഒരു കട നമ്മുടെ സുന്ദരം നമ്മുടെ പോളയത്തോട് നല്ല കടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടുത്തെ എന്താ പറയുന്നത്, നല്ല കുട്ടികളാണ്. എല്ലാവരും നല്ല നമ്മളുമായിട്ട് നല്ലതായിട്ട് നല്ല എന്താ ഇടപഴകുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആശുപത്രി ചെന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് ബാക്കി വീഡിയോകളൊക്കെ ഇടാം കേട്ടോ.